ഹായ്, ഇതിപ്പോൾ സമയം രാവിലെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ തന്നെ ഈ ബക്കറ്റൊക്കെ എടുത്ത് പോകുന്നത്. അതെ, നമ്മളിപ്പോൾ പോകുന്നത് ഫിഷ് മാർക്കറ്റിലേക്കാണ്. രാവിലെ 6 മണിക്ക് പോയി ലേലം വിളിക്കണം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തതെങ്കിലും നമ്മളെല്ലാവരും എണീറ്റ് വന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് നമ്മളൊരു 8 മണിയൊക്കെ ആയപ്പോഴാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത്. ലേലം വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നല്ല ഫ്രഷ് മീൻ കഴിക്കാമല്ലോ. ഇത് കണ്ടോ, ഈ കാണുന്നത് കുവൈറ്റിലെ ലിബറേഷൻ ടവർ ആണേ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഷർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഫിഷ് മാർക്കറ്റിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഫിഷ് മേടിച്ചിട്ടുണ്ട്. എപ്പോഴും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടാറില്ല. അതുകൊണ്ട് നമ്മൾ അധികം അങ്ങനെ ഫിഷ് മേടിക്കാറുമില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും കേട്ടോ. ഇതിപ്പോൾ എവിടെ നിന്ന് മേടിക്കും, ഏത് മേടിക്കും, ഏതാണ് നല്ലത്? കാരണം നമുക്കറിയാത്ത അത്രയും ടൈപ്പ് മീനുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് പിന്നെ ചെമ്മീനും ഞണ്ടും മേടിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ആ സെക്ഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. ഒരുപാട് വെറൈറ്റി ഓഫ് ചെമ്മീനുകൾ. ഇതിന് ഓരോന്നിനും ഓരോ പേരൊക്കെ ഉണ്ടാവും, പക്ഷെ എനിക്ക് അതൊന്നും അറിയില്ല. പക്ഷെ നിറവാണെങ്കിലും വലിപ്പമാണെങ്കിലും എല്ലാം വ്യത്യാസമായിരുന്നു. ഇത് കണ്ടോ, ലോബ്സ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു. വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് ഞാനത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഞണ്ട് നോക്കി. ഞണ്ടിലാണെങ്കിൽ തന്നെ കണ്ടോ, നീല കളറിലൊക്കെയുള്ള ഞണ്ട്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത് കാണുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ചെമ്മീൻ മേടിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ എല്ലാ പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ മീൻ മേടിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇത്രത്തോളം മീൻ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാർക്കറ്റിന് പുറത്തുള്ള ഒരു വ്യൂ ആണ്. നല്ലൊരു സ്ഥലം, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഏതം വന്നിട്ട് എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചായ കുടിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയി ഫുഡൊക്കെ ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ നമ്മുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് നമ്മളൊരു ബ്രിഡ്ജ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആ ബ്രിഡ്ജിലൂടെ ഒന്ന് കുറച്ച് പോവാമെന്ന്. ഇതാണ് ആ ബ്രിഡ്ജ്. ഇത് നല്ല ലോങ് ആണ്. ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് കുവൈറ്റ് സിറ്റി ഒക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബേക്കിൽ കാണുന്നതാണ് കുവൈറ്റ് സിറ്റി. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ വന്നതൊരു നല്ല വെയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്ന് രാവിലെ അല്ലെങ്കിൽ ഈവനിങ് ടൈം, നൈറ്റ് ടൈം ഒക്കെ ആകുമ്പോൾ വരുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ 2 ചേട്ടന്മാർ അവിടെ ഫിഷിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ചേട്ടന് മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോനു ചേട്ടൻ അത് എടുത്തു നോക്കുകയാണ്. നല്ല പിടയ്ക്കണ മീനാട്ടോ. അപ്പോൾ ആൾ പറയുന്നത് ഇത് ഞാൻ പിടിച്ചാന്ന് പറയണം എന്നാണ്. പക്ഷേ നമ്മൾ പോകുന്നുണ്ട് ഫിഷിങ്ങിന് വേണ്ടിയിട്ട്. ഇനി ഇവർക്ക് ലീവ് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഫിഷിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നിട്ട് തിരിച്ചു പോവുക കേട്ടോ. ജസ്ന ഏതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനുള്ള കഷ്ടപ്പാടിലാണേ. ആൾ നിന്ന് കൊടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇനി നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അതിനിടയ്ക്ക് നമുക്ക് ചായ കുടിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.